സംഘപരിവാറിന് പോലും പറയാൻ പറ്റാത്ത വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ CPM തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അധികാരം നിലനിർത്താൻ വേണ്ടി CPM നടത്തുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയം കേരളത്തിനെ വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ CPM എന്ന് പറയുന്നത് ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇന്ത്യയിലെ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ CPM ആണ്. ആ CPM-നകത്തെ ഹിന്ദുക്കളെ ഹിന്ദുത്വവൽക്കരിച്ചിട്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഹിന്ദുത്വവൽക്കരണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിച്ചിട്ട് അവരെ RSS-നോട് ചേർത്ത് നിൽക്കുന്ന സംഘപരിവാറിനോട് ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓരോ റാഷിദ് എനിക്ക് സമയം തന്നാൽ ഞാൻ നേരത്തെ ഓരോ സംഭവങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്ന പറയാം. ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ പോലും പറയാം. നിങ്ങൾ നോക്കൂ, ഈ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ഒരു പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ഈ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ് ഈ ഇരയായിട്ടുള്ള പെൺകുട്ടി പാവപ്പെട്ട 10 വയസ്സുള്ള ഒരു മകളാണ്. ആ 10 വയസ്സുള്ള മകൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഈ അവരെ പീഡിപ്പിച്ച മനുഷ്യൻ RSS-ന്റെ നേതാവായിട്ടുള്ള ഒരു ഹിന്ദുവാണ്. പക്ഷേ അയാൾ ഹിന്ദു ആയതുകൊണ്ടാണ് ഇത്രയും വലിയ കോളിളക്കം കേരളത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്ക്, സംഘപരിവാറിന് പോലും പറയാൻ പറ്റാത്ത വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ CPM തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ തുടർച്ചയായി ഇതുപോലെ ഓരോ കാര്യത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇയാൾക്കെതിരായിട്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസിനായി ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം നോക്കൂ. PM-ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളത്തിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല. CPM-ന്റെ പാർട്ടി കോൺഗ്രസുകൾ അതിനെതിരായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒട്ടനവധി പ്രമേയങ്ങൾ PM-ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരായി CPM അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും PM-ശ്രീ പോലുള്ള ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അറിയുന്നത് എന്താണ്? കേന്ദ്രമന്ത്രി പറയാണ് കേരളത്തിലെ CPM-ന്റെ ഒരു MP ആ MP പാലമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ നോക്കൂ, കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ലേബർ കോഡ് നടപ്പിലാക്കുമ്പോൾ ആ ലേബർ കോഡ് നടപ്പിലാക്കുന്നതിനെതിരായി CIT ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ഗവൺമെന്റ് നയം നടപ്പിലാക്കുന്നതിനാവശ്യമായ നിലപാട് കേരളത്തിൽ CPM സ്വീകരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, കുറച്ചു മുമ്പ് ഈ GST നടപ്പിലാക്കുന്ന സമയത്ത് GST എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ കുത്തുപാളയെടുപ്പിക്കുന്നതാണ്, ഫെഡറൽ ഘടനയ്ക്കെതിരാണ്, ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിൽ വന്ന് EMS പ്രതി സെമിനാറിൽ 1 മണിക്കൂർ 20 മിനിറ്റ് സംസാരിച്ചു. പ്രഭാത് പട്നായിക്കിനെ പോലെ CPM-ന്റെ സാമ്പത്തിക വിദഗ്ധന്മാർ ഒരു കാരണവശാലും GST അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും GST-യുടെ അംബാസഡറായി പ്രവർത്തിച്ചത് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു. അന്ന് തോമസ് ഐസക് പറഞ്ഞത് കേരളത്തിന് 5000 കോടിയുടെ മെച്ചം കിട്ടും GST വന്നാൽ എന്നാണ്. പിന്നീട് അദ്ദേഹം പറയാണ് അതിലൊരു തെറ്റുപറ്റി, അത് തെറ്റായിരുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ നിലപാടുകളെ, അവരുടെ ആശയ സംവിധാനങ്ങളെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഓരോ നിമിഷത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. നമ്മൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ CPM ചെയ്യേണ്ടി വരുന്നത്? സത്യത്തിൽ ഇത് CPM-ന്റെ നിലപാടല്ല, ഇത് CPM അല്ല, ഒരു കാരണവശാലും ഇത് CPM അല്ല. ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ അവസാന കാലത്ത് അയാൾ ജയിലിൽ പോവാതിരിക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ അടുത്ത് നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി മാത്രം നിൽക്കുന്ന ആർക്കും ആലോചിച്ചാൽ അറിയാം. ലാവ്ലിൻ കേസിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോഴും ഒരു കേസിനെ നേരിടാതെ നിൽക്കാൻ കഴിയുന്നു നമുക്ക് ചോദിച്ചാൽ അറിയാം. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്.